ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വയനാട് വരെ പോയതാണ്. അപ്പോൾ ഗോപാലസ്വാമി ക്ഷേത്രത്തിൽ പോകാനായിട്ട് അവിടെ നിന്ന് ഗുണ്ടൽപേട്ട വഴിക്ക് പോയതട്ടാ. അടിപൊളിയാണ്. നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ കണ്ണന് ഞങ്ങളവിടെ നിന്ന് ആന ഉണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ കണ്ണനോട് തന്നെ കണ്ണ ആന അവിടെ നിൽക്കണടാ നോക്കി നോക്കുന്നത്. അപ്പോൾ മറച്ച കാണാനില്ല, എവിടെ നിൽക്കണേ ചോദിച്ച്. ഞങ്ങൾ കാണിച്ചെടുത്തപ്പോൾ ഓന് കാണാനില്ല, ദൂരത്താണ് നിൽക്കണേ. അങ്ങനെ ഒരു കാട് മരി സ്ഥലമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആന നിന്നിരുന്നു. അവിടെ ആന ഉണ്ട് കാരണം പോകുമ്പോൾ കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ കുറേ ടീമൊക്കെ പറഞ്ഞിരുന്നു പുലി ഇറങ്ങും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. സ്ഥിരമായിട്ട് അവിടെ ഒരു ആന വന്നിരുന്നു. ആനനെ ഞങ്ങളന്ന് പോയെന്ന് കണ്ടില്ല. ഇവിടെ ഓരോരുത്തർ പറഞ്ഞു കേട്ടോ, നമുക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്ന് KSRTC കാത്തുനിൽക്കുക. കർണാടക KSRTC ബസ്സായിരുന്നു, അതിന് വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ബസ് വന്ന് എല്ലാവരും ലൈനിൽ നിൽക്കേണ്ട. അതേമാതിരി ഞങ്ങളും പോയി ലൈനിൽ നിന്ന് ബസ്സിനകത്ത് നിന്നിട്ട് ഇവിടുത്തെ പായസം അകത്ത് പ്രസാദം ഉണ്ടല്ലോ, അടിപൊളിയാണ്. പ്രത്യേകതരം ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. വന്നവർക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ KSRTC താഴത്തിറങ്ങുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ, അത് മാരക വ്യൂ ആണ്. അടിപൊളി തന്നെ, സൂപ്പറാണ്. ചുരം മറ്റു സ്ഥലങ്ങളൊക്കെ ഇറങ്ങി വരുമ്പോൾ കണ്ടിട്ട് താഴ്വാരം നല്ല രസം തന്നെ, നല്ല രസമായിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഒരാൾക്ക് 60 രൂപയുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ താഴത്തിറങ്ങിയപ്പോൾ അവിടുത്തെ ഭാഗം കുറച്ചൊരു മുന്നിലേക്ക് പോയപ്പോൾ അവിടെ സൂര്യകാന്തിൻ്റെ തോട്ടം, ചെണ്ടുമല്ലിൻ്റെ തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ 10 രൂപയുള്ളൂ കേട്ടോ അവിടെ കയറി കാണാൻ വേണ്ടിയിട്ട്. മറ്റേ ഗുണ്ടൽപേട്ടിലാണ് ഞങ്ങൾ 50 രൂപ. അങ്ങനെ ഇവിടെ ഇറങ്ങി അടിച്ച് വരുമ്പോൾ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ മേടിച്ച് ഒക്കെ സെറ്റായി. അടിപൊളി കേട്ടോ. സൂര്യകാന്തിൻ്റെ തോട്ടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കണക്കിന് സൂര്യകാന്തിൻ്റെ തോട്ടം കാര്യങ്ങളൊക്കെ കാണാൻ പോകണം ഇവിടെയാണ് ഒന്നും കൂടി നല്ലത് എന്നൊക്കെ തോന്നുന്നത്. അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ കുറച്ച് നേരം തോട്ടത്തേക്ക് ഇറങ്ങി അടിച്ച് നടന്നപ്പോഴേക്കും മഴ പെയ്തപ്പോൾ ഞങ്ങൾ വേഗം കാറിൽ പോയി കയറി അങ്ങനെ ഇവിടുന്ന് വിട്ട്